രാവണാദികളുടെ ഉത്ഭവം. ഇത്തം സുമാലി പറഞ്ഞോരനന്തരം ചിത്തമോദേന തപോവനം പ്രാപിച്ചാൾ. വിശ്രുതനായ പുലസ്ത്യതനയനാം വിശ്രവസാമുനി മുഖ്യമുപാസിച്ചു. ചിത്തശുദ്ധ്യാ പല നാൾ ചെന്നനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനി പുങ്കവൻ. അസ്തമായ സമയത്തിങ്കലേകഥാ ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സന്താനമാശു ദേഹീതി ദേഹീതിയൻ നന്ദർമുദാവരിച്ചിടിനാൻ കൈകസി. ചിന്തിച്ചു താപസശ്രേഷ്ഠനരുൾ ചെയ്തു ഹന്തകഷ്ടം തവ നിർബന്ധമീദൃശം. ദാരുണമായൊരു വേളയിപ്പോളതു കാരണമുണ്ടാം പ്രജകളും എത്രയും ക്രൂരമതികളാം ദുഷ്ടരായവരോ ഘോരമായൊരു സന്ധ്യാവേള കാണുകയാൽ എന്നതു കേട്ടു പറഞ്ഞിതു കൈകസി. നിന്നരുൾ ചെയ്യുന്നിതിങ്ങനെ പുഷ്ടതപോ ബലമുള്ളമാൻ ഉള്ളവൻ തനി കിഷ്ടരായുണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാൽ അതു നിന്തിരുവടി കൊട്ടുമേ കീർത്തിക്കു പോരാ തപോനിധേ എന്നതു കേട്ടരുൾ ചെയ്തു തപോധന. ഇന്നിതു കേട്ടുകൾ കുത്തമേ കൈകസി. ഉണ്ടാം നിനക്കൊരു കത്തൊരു നന്ദനൻ കൊണ്ടവർണ്ണനുമതി പ്രിയനാമവൻ. ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം. ഇത്തമനുഗ്രഹം നൽകി മുനീന്ദ്രനോ ബദ്ധമോദേന പോയാളവൾ കൈകസി. ഗർഭവും പൂർണ്ണമായി വന്നോരനന്തര മർവകൻ തന്നെയും പെറ്റാൾ നിശാചരി. 10 തലയും 20 കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ. കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതുമുടനുണ്ടായി ധന്യനും. മൂന്നാമതുണ്ടായതും ഒരു രാക്ഷസി. ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാർ. പിന്നെ നാലാമതുണ്ടായാനൊരു പുമാൻ ധന്യനായി ഭാഗവതോത്തമനായടോ. നാമാന്തശമുഖനും കുംഭകർണനോ ശ്രീമാൻ വിഭീഷണനെന്നു വിളിച്ചിതു. താതനോ ശൂർപ്പണഖേദിക ഭഗിനിക്കു പ്രീതി പൂണ്ടിടിനാൽ കൈകസിയും തഥാ മക്കളോടും കൂടി ശേഷോ ശ്രേഷ്മോദകാവടി പുക്കു സുഖന വാണിയിടും ദശാന്തരേ. പുഷ്കരമാർഗേണ പുഷ്പകത്തിന്മേലെ ദിക്കുകളൊക്കെ വിളങ്ങുമാറങ്ങനെ രാജിതനാകിയ ജാതനെ വന്ദിപ്പാൻ രാജരാജൻ മുതാ പോകുന്നതു നേരം കണ്ടു ചെന്നാൾ മകൻ തന്നോട് കൈകസി. കണ്ടോ തവാഗ്രജൻ പോറ്റുന്ന കോപ്പു നീ. ഇന്നോ നിനക്കും ഇവനും ഒരു മുനി തന്നെ പിതാവതു കൊണ്ടെന്തൊരു ഫലം. രാവണാദികളുടെ തപസ്. എന്നു ജനനി പറഞ്ഞതു കേട്ടുടൻ ചൊന്നാൻ ദശമുഖൻ നമ്മെ ധരിക്ക നീ. ഇന്നിവൻ തന്നിലും ഏറ്റമധികമായി വന്നുകൂടും ഞാൻ അതിനില്ല സംശയം. എല്ലാം തപോബലം കൊണ്ട് മനോരഥ എല്ലാവനും സാധ്യമായി വരും നിർണയം എന്ന് കൽപ്പിച്ചു. സഹോദരന്മാരുമായി ചെന്നു ഗോകർണം പ്രവേശിച്ചു മൂവരും. സാരസ സംഭവൻ തന്നെ കുറിച്ചത് ഘോരമായുള്ള തപസ്സു തുടങ്ങിനാൻ. പഞ്ചദ്വയാനന ഗ്രീഷ്മകാലത്തിങ്കൽ പഞ്ചാഗ്നി മധ്യസ്ഥാനേക നിഷ്ഠയ. ശീതകാലത്തിങ്കൽ ആകട്മഗന്ധനായി മേധൂരവൃഷ്ടികാലേ നനഞ്ഞു തഥാ. സൂര്യബിംബേ
രൂപവും ധ്യാനിച്ചു സന്തതം നിർമ്മലനായ വിഭീഷണൻ മേവിനാൻ. അങ്ങനെ ചെന്നു 10,000 മിങ്ങുവിതാ